ഇപ്പോഴുള്ള സൂപ്പർ സ്റ്റാറുകൾക്ക് മുൻപേ കേരളക്കരയിൽ ചരിത്രം സൃഷ്ടിച്ച ഒരുപാട് ഗജകേസരികളെ പറ്റി നാം കേട്ടിട്ടുണ്ട്. എന്നാൽ അങ്ങനെയുള്ള ഒരു കൊമ്പനെ പരിചയപ്പെടാം. തിരുവമ്പാടി രാജശേഖരൻ. തട്ടകനിവാസികളും നാട്ടുകാരും ചേർന്ന് 1975 പായിപ്പാട്ട് കൈമൾ എന്ന വ്യക്തിയിൽ നിന്നും ഒരു ആനയെ വാങ്ങി തിരുവമ്പാടിയിൽ നടക്കിരുത്തി. അങ്ങനെ അവര് തിരുവമ്പാടി രാജശേഖരൻ എന്ന പേരും നൽകി. നല്ല ഒരു ലക്ഷണമൊത്ത സഹ്യപുത്രൻ തന്നെ ആയിരുന്നു രാജശേഖരൻ. നല്ല തലയെടുപ്പും മതഗിരിയഴകും കൊമ്പുകളും ലക്ഷണത്തികവാർന്ന നഖങ്ങളും നല്ല കൈനീളവും വലിയ ചെവിയും തലക്കുന്നിയും തുടങ്ങി ഒരു നാടനാനയുടെ എല്ലാ ലക്ഷണങ്ങളും സ്വഭാവ വിശേഷങ്ങളും അവനിൽ സമൃദ്ധമായിരുന്നു. 33 വർഷത്തോളം തിരുവമ്പാടിയെ സേവിച്ച രാജശേഖരൻ ചരിത്രപ്രസിദ്ധമായ പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിൽ മഠത്തിൽ വരവിന് ഭഗവതിയുടെ തിടമ്പ് ശിരസിൽ വഹിക്കാൻ ഭാഗ്യം ലഭിച്ച കൊമ്പനായിരുന്നു. നല്ല വൃത്തിയും ചില തൻ്റെതായ സ്വഭാവവിശേഷങ്ങളും അവനിൽ ഉണ്ടായിരുന്നു. കയ്യിന് കുറുകെ പോയാൽ ആന അടിച്ചു വീഴ്ത്തും. ആയതിനാൽ ചട്ടക്കാരൻ എപ്പോഴും അവന്റെ കൊമ്പിൽ പിടിച്ച് കരുതലോടെ നിൽക്കുമായിരുന്നു എന്നും കേട്ടിട്ടുണ്ട്. ഒരിക്കൽ തൃപ്പൂണിത്തുറ വലിയ ഉത്സവം ആറാട്ട് കാഴ്ച ശീവേലിക്ക് ജെറായി കൃഷ്ണപ്രസാദ് എന്ന കൊമ്പനെ കൊമ്പിനടിക്കുകയും അടികൊണ്ട ആന വിരണ്ടോടുകയും ചികിത്സയിൽ കഴിയുകയും ചെയ്തിരുന്നു. പ്രായാധിക്യത്തെയും അസുഖത്തെയും തുടർന്ന് തന്റെ 66-ാമത്തെ വയസ്സിൽ 14 ജൂലൈ 2007 അവൻ ആനക്കേരളത്തിൽ നിന്നും വിട പറഞ്ഞു. തിരുവമ്പാടി രാജശേഖരന് ആദരാഞ്ജലികൾ.